ഹലോ നീറ്റ് ആസ്പിറൻസ്. എടാ നമ്മളെ നീറ്റ് 2022 എക്സാമിനേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ എന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നിങ്ങൾ റെഡി അല്ലേ? അത് സെക്സ് ഡിറ്റർമിനേഷൻ ആയിരുന്നു. XO ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ക്യാൻ ബി ഫൗണ്ട് ഇൻ. എടാ മങ്കീസിലൊക്കെ ഏതാണ് സെക്സ് ഡിറ്റർമിനേഷൻ? നമുക്കറിയാം മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് XY ആണ്, ഫീമെയിൽ XX ആണ്. സോ XY മെക്കാനിസം ആണ്. ഇത് ഫീമെയിൽ ആണ്, ഇത് മെയിൽ ആണ്. ഓക്കെ, ഇനി ഡ്രോസോഫില മെലനോഗാസ്റ്റർ ഫ്രൂട്ട് ഫ്ലൈ അല്ലേ, നമ്മൾ TH മോർഗൻ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെയുള്ള ഡ്രോസോഫില മെലനോഗാസ്റ്റർ മനുഷ്യനെ പോലെയാണ് അല്ലേ. ഹ്യൂമൻ ബീങ്സും ഡ്രോസോഫിലയും XY മെക്കാനിസം ആണ്. ഇവിടെ XX ഫീമെയിൽ ആണ്, XY മെയിൽ ആണ്. ബേർഡ്സിലുള്ള മെക്കാനിസം ഏതാണ്? ബേർഡ്സിൽ ZW മെക്കാനിസം അല്ലേ. പക്ഷെ ബേർഡ്സിൽ ഫീമെയിൽ ഹെറ്ററോഗാമറ്റി അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ZW ആരാണ്? മെയിൽ ആണോ ഫീമെയിൽ ആണോ ബേർഡ്സിൽ? സാധാരണ ഹെറ്ററോഗാമറ്റ്സ് മെയിലാണ് വരാറ്, പക്ഷെ ഇവരിൽ ഫീമെയിൽ ആണ്. Z ആണ് ഇവിടെ മെയിൽ ആയിട്ട് വരുന്നത്. ഗ്രാസ് ഹോപ്പർ ഇൻസെക്റ്റിന്റെ എക്സാമ്പിൾ അല്ലേ. സോ ഇൻസെക്റ്റിലാണ് XO മെക്കാനിസം. ഓക്കെ, സോ XO മെക്കാനിസം ഏതിലാണ്? ഗ്രാസ് ഹോപ്പർ കൊടുക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചോദിക്കട്ടെ, നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹാപ്ലോ ഡിപ്ലോയിഡി മെക്കാനിസം ആരാണ് അതിന് എക്സാമ്പിൾ? ഹാപ്ലോ ഡിപ്ലോയിഡി എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് ആരിലാണ് ഹാപ്ലോ ഡിപ്ലോയിഡി കോൺസെപ്റ്റ് വരുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കണം. ഓക്കെ, മറക്കരുതേ. സോ നമുക്ക് കാണാം മക്കൾസ്. ബൈ.